സുഹൃത്തുക്കളെ, സുഭദ്രയുടെ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക. കഥയിലേക്ക് പോകാം. ഒരു പുത്രനുണ്ടായപ്പോൾ എന്തായിരുന്നു അവളുടെ ആനന്ദം? അഭിമന്യു എന്നാണ് പുത്രൻ്റെ പേര്. അവൻ കൗമാരത്തിൽ പ്രവേശിച്ചപ്പോഴോ എല്ലാവരും ഒന്ന് കണ്ടു. കുമാരനിൽ അച്ഛൻ്റെയും അമ്മാവൻ്റെയും ഗുണങ്ങൾ പലതും ഒന്നിച്ചിരിക്കുന്നു. അവന് സാധാരണയിൽ കവിഞ്ഞ സൗന്ദര്യമുണ്ട്. ആയുധവിദ്യയിൽ അസാമാന്യ പ്രാഗൽഭ്യമുണ്ട്. അളവില്ലാത്ത ധൈര്യമുണ്ട്. അവൻ വിരാട രാജാവിൻ്റെ പുത്രി ഉത്തരയെ വിവാഹം ചെയ്തു. എല്ലാവിധത്തിലും വരന് യോജിച്ച വധുവായിരുന്നു ഉത്തര. വിവാഹം കെങ്കേമമായിരുന്നു. സുഭദ്രയുടെ സന്തോഷം പറയാനില്ല. സംഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടായി. അവ കുരുക്ഷേത്രത്തിലെ മഹായുദ്ധത്തിൽ ചെന്നെത്തി. അസംഖ്യം യോദ്ധാക്കളുടെ ജീവനെ യുദ്ധം അപഹരിക്കും. അതെല്ലാവർക്കും അറിയാമായിരുന്നു. മകൻ യുദ്ധത്തിന് പോകാതിരുന്നുവെങ്കിലോ സുഭദ്രയ്ക്ക് സമാധാനമാകുമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. തന്നെപ്പോലെ നിരവധി അമ്മമാർ വേറെയുണ്ട്. അവരുടെ പുത്രന്മാരെല്ലാം പടവെട്ടാൻ തയ്യാറാകുന്നു. സുഭദ്ര ധൈര്യം അവലംബിച്ചു. തൻ്റെ പുത്രൻ്റെ പിതാവ് അർജുനനാണ്. അവൻ്റെ അമ്മാവൻ ശ്രീകൃഷ്ണനാണ്. അർജുനനും ശ്രീകൃഷ്ണനും അജയന്മാരുമാണ്. യുദ്ധത്തിന് പോകരുതെന്ന് താൻ വിലക്കിയെന്നിരിക്കട്ടെ, തൻ്റെ ശ്രമം ഫലിക്കില്ലെന്നത് തീർച്ചയാണ്. യുദ്ധത്തിനാണ് അഭിമന്യുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം. അഭിമന്യു ആയുധങ്ങൾ ധരിച്ച് അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു. എഴുന്നേറ്റ് പടക്കളത്തിലേക്ക് നടന്നുപോയി. അപ്പോഴാണ് സുഭദ്ര അവസാനമായി മകനെ കണ്ടത്. കൊട്ടാരത്തിലെ അന്തരീക്ഷം പെട്ടെന്ന് മ്ലാനമായി. പുരുഷന്മാരെല്ലാം യുദ്ധഭൂമിയിലേക്ക് യാത്രയായി. ഒരുപക്ഷെ മരണത്തിലേക്കുള്ള യാത്രയും. ഭയവും വിഷാദവും സ്ത്രീകൾക്ക് മാത്രമായി. അവർ പടക്കളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾക്കായി കാത്തിരുന്നു. പലപ്പോഴും വളരെ താമസിച്ചായിരിക്കും വാർത്തകൾ വരിക. സ്ത്രീകളുടെ ചിന്തകൾ പൊരുതുന്ന പുരുഷന്മാരിൽ പറ്റിക്കൂടി. സുഭദ്ര ഭർത്താവിൻ്റെ വീരകൃത്യങ്ങൾ വിഭാവനം ചെയ്തു. അതേസമയം പുത്രൻ്റെയും. അവയുടെ വിവരണങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുപോയിക്കൊണ്ടിരുന്നു. അഭിമന്യുയുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. അക്കാര്യം സുഭദ്ര അറിഞ്ഞതേയില്ല. ഭീഷ്മർ വീണശേഷം ദ്രോണർ സേനാധിപത്യം വഹിക്കുകയാണ്. അദ്ദേഹം ചക്രവ്യൂഹം ചമച്ചിട്ടുണ്ട്. ആ വ്യൂഹം തകർത്താലേ പാണ്ഡവർക്ക് ജയിക്കാനൊക്കൂ. പക്ഷേ അത് അവരുടെ കഴിവിന് അപ്പുറമായിരുന്നു. ആർക്കെങ്കിലും വിജയസാധ്യത ഉണ്ടെങ്കിൽ അത് അഭിമന്യുവിനാണ്. യുധിഷ്ഠിരൻ അഭിമന്യുവിനെ വിളിച്ചു പറഞ്ഞു, വത്സ, നീ ശത്രുക്കളുടെ ചക്രവ്യൂഹം തകർക്കണം. അല്ലാത്ത പക്ഷം സർവവും നശിക്കും. അഭിമന്യുവിന് ഒരു കൂസലവും ഉണ്ടായില്ല. വലിയച്ഛ, ഒരു ഭയവും വേണ്ട. ഞാൻ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യും. തൻ്റെ സാമർഥ്യം തെളിയിക്കാനുള്ള അവസരമാണിത്. ഒന്ന് പ്രത്യേകമായിരുന്നു അഭിമന്യുയുടെ ഉത്സാഹത്തിമൃത്വ്. കുമാരൻ അതിവേഗം സൈന്യങ്ങളെ സംഘടിപ്പിച്ചു. എന്നിട്ട് മിന്നൽ പോലെ ആക്രമണം നടത്തി. അനേകം മഹാരഥന്മാർ പൊരുതുന്നുണ്ട്. പലരും സമരവീര്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം നിസ്സാരമായി തോന്നി അഭിമന്യുവിൻ്റെ വീരകൃത്യത്തിന് മുന്നിൽ. അവർണ്യമായിരുന്നു കുമാരൻ്റെ വീര്യവും ചാതുര്യവും. എങ്കിലും ഒടുവിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. കൗരവപക്ഷത്തിലെ അനേകം മഹാരഥന്മാർ ഒന്നിച്ചെതിർത്തു. അഭിമന്യുവിടെ ശോഭയേറിയ ഹ്രസ്വജീവിതം പൊലിഞ്ഞു. സുഭദ്രയ്ക്ക് ഏറ്റവും ദാരുണമായ ആ വാർത്ത കിട്ടി. ഓമനമകൻ പടവെട്ടി പ്രാണൻ തിരിച്ചിരിക്കുന്നു. തലയ്ക്ക് ഏറ്റവും കനത്ത പ്രഹരമേറ്റതുപോലെയായി സുഭദ്രയുടെ അനുഭവം. തനിക്ക് ചുറ്റും ഭൂമി അതിവേഗം കറങ്ങുന്നത് പോലെയും. ആ മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് കിടന്നുരുണ്ടു. മാറത്തടിച്ച് തലമുടി പറിച്ചെറിഞ്ഞു. തൻ്റെ ഭർത്താവായ അർജുനൻ്റെ പേര് കേട്ടാലോ ശത്രുക്കൾ ഭയന്ന് വിറയ്ക്കാറുണ്ട്. ആ അർജുനൻ്റെ ശക്തി ഇപ്പോൾ നിഷ്ഫലമായി. പുത്രൻ്റെ മരണം തടുക്കാൻ അർജുനനും കഴിഞ്ഞില്ല. തൻ്റെ ജ്യേഷ്ഠനായ കൃഷ്ണന് ദിവ്യശക്തികളുണ്ട്. ജ്യേഷ്ഠൻ എത്രയോ അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഭാഗിനേയൻ്റെ മരണം തടയാൻ ജ്യേഷ്ഠനും കഴിഞ്ഞില്ല. സുഭദ്ര ദുഃഖം കൊണ്ട് ഭ്രാന്തിയായി. അർജുനനും തകർന്നു പോയിരിക്കുകയാണ്. ഇത്ര വലിയൊരു നഷ്ടം ഇന്നോളം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചിത്ത പ്രിയപത്നിയിൽ ചുറ്റിപ്പറ്റി. തനിക്കും അവൾക്കും ഇതിൽ കൂടുതലൊരു ദുഃഖമില്ല. ഈ അവസരത്തിൽ താൻ അവളുടെ അരികത്തില്ല. അങ്ങോട്ട് പോകാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ പടക്കളം വിടാൻ നിർവാഹമില്ല. താൻ പടക്കളം വിട്ടാലോ സ്വപക്ഷത്തിലെ അനേക ഭടന്മാരുടെ ജീവൻ അപകടത്തിലാകും. ശ്രീകൃഷ്ണനാണെങ്കിൽ ഒന്ന് പോയിട്ട് വരാം. ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യുന്നില്ല, തേര് തെളിക്കുന്നതല്ലേ ഉള്ളൂ. കൃഷ്ണ, അങ്ങ് ചെന്ന് സുഭദ്രയെ സമാധാനപ്പെടുത്തണം. അങ്ങയ്ക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അർജുനൻ ഗദ്ഗതത്തോടെ പറഞ്ഞു. സുഭദ്ര വെറും നിലത്ത് കിടക്കുകയാണ്. തലമുടി കെട്ടടിഞ്ഞ് ചിതറിയിരിക്കുന്നു. വസ്ത്രങ്ങൾ പൊടിയടഞ്ഞ് നിറം മാറിയിരിക്കുന്നു. കണ്ണുകൾ കരഞ്ഞു കരഞ്ഞ് ചുവന്നിരിക്കുന്നു. കാലടി ശബ്ദം കേട്ട് ആ സ്വാതി തലയുയർത്തി നോക്കി. അപ്പോൾ സ്നേഹനിധിയായ ജ്യേഷ്ഠനെ കണ്ടു. അനുജത്തി, ശ്രീകൃഷ്ണൻ മൃദുസ്വരത്തിൽ വിളിച്ചു. സുഭദ്ര അപ്പോഴും പൊട്ടിക്കരഞ്ഞു. ശ്രീകൃഷ്ണൻ തുടർന്നു, അനുജത്തി, നീ ഇങ്ങനെ ദുഃഖിക്കരുത്. നിന്റെ മകൻ, എൻ്റെ ഭാഗിനേയൻ, വീരനായി മരിച്ചു. അവനേക്കാൾ വീര്യമുള്ളവൻ ലോകത്തില്ല. മരിക്കും മുൻപ് അവൻ അസംഖ്യം ശത്രുക്കളെ കാലിനുറുക്കയച്ചു. ഒരു ശത്രുവിനെ അതിനേക്കാൾ നല്ല മരണം എന്തുണ്ട്? വീരന്മാരിൽ വീരനായ അഭിമന്യുവിൻ്റെ അമ്മയാണ് നീ. അതിൽ നീ അഭിമാനിക്കണം. ഒന്നുകൂടിയുണ്ട്. ഗാധകന്മാരോട് പകരം ചോദിക്കും. വിദൂരമായ ഭാവിയിലല്ല, നാളെ തന്നെ.
തുടർന്ന് മറ്റു പലതും ശ്രീകൃഷ്ണൻ സംസാരിച്ചു. ചിലതൊക്കെ ഗീതയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. കുറേ ദിവസം മുൻപ് സുഭദ്രയുടെ ഭർത്താവിനെ ഉപദേശിച്ച ഗീത. ഭർത്താവിനെ സ്വാധീനിച്ചവയല്ലേ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ. അവ സുഭദ്രയെയും സ്വാധീനിക്കാതിരുന്നില്ല. നാളുകൾ കഴിഞ്ഞതോടെ കാലം എന്ന ശക്തിയും പ്രഭാവം ചെലുത്തി. ധൈര്യം അഭിനയിക്കാനുള്ള ആത്മബലം സുഭദ്രയ്ക്കുണ്ടായി. ആ അഭിനയം ആവശ്യമായി വരികയും ചെയ്തു. തനിക്ക് വേണ്ടിയല്ലെങ്കിലും മകൻ്റെ വിധവയ്ക്ക് വേണ്ടി. ഉത്തര ഗർഭിണിയാണിപ്പോൾ. അവൾക്ക് തൻ്റെ സഹായം വേണ്ടിവരും. തൻ്റെ പൗത്രനിൽ തൻ്റെ പുത്രനെ ദർശിക്കാം. അതായിരുന്നു സുഭദ്രയുടെ ആശ. സുഭദ്ര മാത്രമല്ല, മറ്റു പലരും ഉത്തരയുടെ പുത്രൻ്റെ ജനനത്തിനായി കാത്തിരുന്നു. പാണ്ഡവന്മാരിൽ ഓരോരുത്തർക്കും പാഞ്ചാലി ഓരോ പുത്രന്മാരെ സമ്മാനിച്ചിരുന്നു. പക്ഷേ യുദ്ധാവസാനത്തിൽ 5 കുമാരന്മാരും ഹതരായി. ദ്രോണപുത്രനായ അശ്വത്ഥമാവാണ് 5 പേരെയും സംഹരിച്ചത്. സുഭദ്രയുടെ പൗത്രൻ അഭിമന്യുവിൻ്റെ പുത്രൻ. ആ കുട്ടിയെ ആശ്രയിച്ചിരിക്കുന്നു രാജവംശത്തിൻ്റെ ഭാവി. അതേസമയം യുധിഷ്ഠിരൻ ഒരു സംരംഭത്തിൽ മുഴുകിയിരുന്നു. മഹത്തായ വിജയമാണല്ലോ നേടിയത്. ആ വിജയം ആഘോഷിക്കണം. ഒരു അശ്വമേധവും നടത്തണം. അദ്ദേഹം പണം വാരിക്കൊരി ചെലവാക്കി. ആർഭാടം നിറഞ്ഞ യാഗമാണ്. പുരോഹിതന്മാർ വന്നെത്തി തുടങ്ങി. ആയിരക്കണക്കിന് അതിഥികളും. യുദ്ധത്തിൽ വമ്പിച്ച നാശനഷ്ടങ്ങളുണ്ടായല്ലോ. സ്നേഹമുള്ള ഒട്ടേറെ ആളുകളുടെ ജീവനാശവും അവരെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട്. ശരി തന്നെ. എങ്കിലും കടന്നു പോകുന്ന കാലം ദുഃഖത്തെ മയപ്പെടുത്തുന്നു. അശ്വമേധം ആഘോഷിക്കുമ്പോൾ അല്പം ഉല്ലാസം കിട്ടുകയും ചെയ്യും. ഉത്തര പ്രസവിക്കുന്ന സമയമായി. ജനിച്ചത് ആൺകുട്ടിയാണ്, പക്ഷെ ജീവനില്ല. ഇതിനേക്കാൾ ദുഃഖം എന്താണുള്ളത്? ആഘോഷങ്ങളുടെ ശബ്ദങ്ങൾ പൊടുന്നനെ നിലച്ചു. അവയ്ക്ക് പകരം മറ്റു ചില ശബ്ദങ്ങൾ പൊങ്ങി. പുരുഷന്മാരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ കൂട്ടക്കരച്ചിൽ. കുറേ ദിവസങ്ങൾക്ക് മുൻപ് ധാരാളം കൂട്ടക്കരച്ചിൽ ഉണ്ടായിരുന്നു. ഓരോരുത്തർ യുദ്ധത്തിൽ മരിച്ച വാർത്ത വരുമ്പോഴായിരുന്നു അത്. ഇപ്പോഴത്തെ കൂട്ടക്കരച്ചിലിന് കാരണം മറ്റൊന്നാണ്. വിശ്രുതമായ ഒരു രാജവംശം അന്യം നിന്നിരിക്കുന്നു. വ്യക്തിയുടെ നാശത്തേക്കാൾ ഗുരുതരമാണ് വംശത്തിൻ്റെ നാശം. ഇതിനോട് അല്പം സാദൃശ്യമുള്ള മറ്റൊരു ദുഃഖമുണ്ടായിരുന്നു. 100 മക്കളും മരിച്ചപ്പോൾ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും ഉണ്ടായ ദുഃഖം. ഇപ്പോൾ മരിച്ചത് ഒരേ ഒരു കുട്ടിയാണ്. ജനിക്കും മുൻപ് തന്നെ കുട്ടി മരിച്ചു. അതോടുകൂടി സകലരുടെയും ആശയം പൊലിഞ്ഞു. ഒരൊറ്റ സമാധാനം ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യമായിരുന്നു. അശ്വമേധത്തിൽ പങ്കുകൊള്ളാൻ വന്നതാണ് ഭഗവാൻ. യുധിഷ്ഠിരനാണ് അശ്വമേധം നടത്തുന്നത്. യുദ്ധം ജയിക്കാൻ യുധിഷ്ഠിരനെ സഹായിച്ചത് ശ്രീകൃഷ്ണൻ തന്നെ. സമനില തെറ്റാത്ത ഒറ്റയാൾ ശ്രീകൃഷ്ണനുമാണ്. ഒരു മുറിയിൽ ആ സ്ത്രീകൾ മാറത്തടിച്ച് മുറവിളി കൂട്ടുകയാണ്. കുന്തി, സുഭദ്ര, ഉത്തര മുതലായവർ. ശ്രീകൃഷ്ണൻ അവിടെ കയറി ചെന്നു. സുഭദ്ര ഏങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ജ്യേഷ്ഠ, ഈ അനുജതിക്ക് ഇതിനേക്കാൾ കടുത്ത ദുഃഖം എന്തുണ്ട്? എൻ്റെ ഒറ്റമകൻ മരിച്ചു, എന്നിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ ഒറ്റമകനും ജീവനില്ല. ജ്യേഷ്ഠ, സർവശക്തനാണല്ലോ ജ്യേഷ്ഠൻ. നശിക്കുന്നത് വീണ്ടും ഉണ്ടാക്കാൻ ജ്യേഷ്ഠന് കഴിയും. ഈ കൊച്ചുകുട്ടിയെ ജീവിപ്പിക്കുക, അത് ജ്യേഷ്ഠന് എത്ര എളുപ്പമാണ്. ദയവ് ചെയ്ത് ജ്യേഷ്ഠൻ അവനെ ജീവിപ്പിക്കണം. എനിക്ക് വേണ്ടി, ഉത്തരയ്ക്ക് വേണ്ടി, വംശത്തിന് വേണ്ടി. സുഭദ്ര കരഞ്ഞുകൊണ്ട് യാചിച്ചു. ഒന്നിച്ചു കുന്തിയും ഉത്തരയും പാഞ്ചാലിയും മറ്റു സ്ത്രീകളും. കുട്ടി ജനിക്കും മുൻപ് തന്നെ മരിക്കാൻ കാരണമുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ അവസാന ദശയിൽ അശ്വത്ഥമാവ് ചെയ്ത കടുങ്കൈയാണത്. പാഞ്ചാലിയുടെ 5 പുത്രന്മാരെയും കൊല ചെയ്തല്ലോ. അതുകൊണ്ടും അശ്വത്ഥമാവിന് തൃപ്തിയായില്ല. ആ സാഹസികൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ദിവ്യാസ്ത്രം ഗർഭസ്ഥനായ ശിശുവിനെ സംഹരിച്ചു. ശ്രീകൃഷ്ണൻ സർവത്തിനും ഉപരിയാണല്ലോ. ആ സ്ഥിതിക്ക് എത്ര തുച്ഛമാണ് ബ്രഹ്മാസ്ത്രം. അതുകൊണ്ടാണ് സുഭദ്രയും മറ്റുള്ളവരും അപ്രകാരം യാചിച്ചത്. ശ്രീകൃഷ്ണനെ മാത്രമേ സഹായിക്കാനൊക്കൂ. അവർക്കും അത് നല്ലപോലെ അറിയാം. സുഭദ്ര ശ്രീകൃഷ്ണൻ്റെ മുഖത്തേക്ക് ഒറ്റുനോക്കി. അപ്പോൾ ആ മുഖത്ത് ഒരു മാറ്റം കാണുമാറായി. ഏതു മനസ്സിനെയും ഹരിക്കുന്ന പുഞ്ചിരി അതവിടെ കളിയാടിയിരുന്നു. ഇപ്പോൾ ആ പുഞ്ചിരി മാഞ്ഞു പോയിരിക്കുന്നു. പകരം എന്തെന്നില്ലാത്തൊരു ഗൗരവം. ജ്യേഷ്ഠൻ ഏതോ ഒരു നിശ്ചയമെടുത്തിരിക്കുന്നു. അക്കാര്യം സുഭദ്രയ്ക്ക് തീർച്ചയായി. തങ്ങളുടെ യാചന വിഫലമായില്ല എന്നും എന്തോ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്ന് തീർച്ച. സുഭദ്രയുടെ ഹൃദയം അതിവേഗം പ്രവർത്തനം ചെയ്തു. ഞരമ്പുകൾ ത്രസിക്കുകയാണ്. കണ്ണുകൾ ശ്രീകൃഷ്ണനിൽ പറ്റി നിൽക്കുന്നു. അതാ ശ്രീകൃഷ്ണൻ പതുക്കെ ഉത്തരയെ സമീപിക്കുന്നു. ഉത്തരയുടെ മടിയിൽ മരിച്ച മകൻ കിടക്കുകയാണ്. ഭഗവാൻ അവളുടെ മുൻപിൽ ചെന്ന് നിലകൊള്ളുന്നു. കുട്ടിയുടെ വിവർണമായ മുഖത്ത് ദൃഷ്ടികൾ പതിപ്പിക്കുന്നു. എന്നിട്ട് ഗംഭീരമെങ്കിലും മധുരമായ ആ സ്വരത്തിൽ പറയുന്നു, സത്യവും ധർമ്മവും എന്നിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ മരിച്ച കുട്ടി ജീവിക്കട്ടെ. സുഭദ്രയുടെ കണ്ണുകൾ ശ്രീകൃഷ്ണനിൽ നിന്ന് മാറി കുട്ടിയിലായി. മാത്രമല്ല കൂടി നിന്ന സകലരുടെയും കണ്ണുകളും. ആ കൊച്ചു നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുവോ? അതെ, അടഞ്ഞിരുന്ന ആ കൊച്ചു കണ്ണുകൾ തനിയെ തുറക്കുന്നു. ആ കൊച്ചു കാലുകൾ തിരുതിര വായുവിനെ ചവിട്ടുന്നു. ആ കൊച്ചു തൊണ്ടിൽ നിന്ന് ഉറക്കിയുള്ള കരച്ചിൽ ഉയരുന്നു. അപ്പോൾ സുഭദ്രയ്ക്ക് ഒന്ന് മനസ്സിലായി. തൻ്റെ പ്രാർത്ഥന സഫലമായിരിക്കുന്നു. മാത്രമല്ല മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും. തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ സഹായിച്ചു. അനുജത്തിയുടെ കരങ്ങൾ ജ്യേഷ്ഠന് നേർക്ക് കൂപ്പി. കണ്ണുകളിൽ നിന്ന് സന്തോഷക്കണ്ണുനീർ കുതിച്ചു ചാടി. പൗത്രനെ കുളിപ്പിക്കുക, അവനെ ഭക്ഷിപ്പിക്കുക
തുടരെ തുടരെ ചുംബിക്കുക, നിരന്തരമായി ലാളിക്കുക. അവയിൽ സുഭദ്ര സ്വർഗസുഖം അനുഭവിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുഭദ്രയുടെ കഥ ഇതോടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.